മലയാള സിനിമയിലെ താരങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളതും എനിക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ആ താരങ്ങളുടെ ശബ്ദങ്ങളിൽ ഒരുപാട് വെറൈറ്റികൾ, പുതുമകൾ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ആ താരങ്ങളെ പലപ്പോഴും പല രൂപത്തിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നും അവതരിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു ശൈലി തന്നെയാണ്. മലയാള സിനിമയിലെ താരങ്ങളെ ഞാനൊന്ന് മോർഫ് ചെയ്യാൻ പോവുകയാണ്. പല താരങ്ങളുടെയും ശബ്ദങ്ങൾ, അല്ലെ പല ആൾക്കാരുടെയും ശബ്ദങ്ങൾ മറ്റ് പലവരുടെയും ശബ്ദങ്ങളുമായിട്ട് സാമ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. എന്നാൽ രണ്ട് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ശബ്ദങ്ങൾ തമ്മിലുള്ള മാറ്റമാണിത്. സിനിമാ താരങ്ങൾ ജീവിക്കാൻ വേണ്ടി സിനിമയിൽ അഭിനയിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കുകയാണ്. അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇവരുടെ ശബ്ദങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ട് എന്ന് തന്നെ പറയാം. മലയാള സിനിമയിലെ ചില താരങ്ങളുടെ ശബ്ദങ്ങളിൽ നിന്നും ചില രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങളിലേക്ക് ഒരു മോർഫിംഗ് നമുക്കൊന്ന് കാണാം. ആദ്യമായി നമ്മുടെ അനശ്വരനായ കലാകാരൻ, നാടകാചാര്യൻ ശ്രീ NN പിള്ള സാറിനെ അനുകരിച്ചുകൊണ്ട് തുടങ്ങാം. അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് മോർഫ് ചെയ്താൽ നമ്മുടെ പ്രിയങ്കരനായ ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് എത്തും. നമുക്ക് ആദ്യം പിള്ള സാറിന്റെ ശബ്ദം ഒന്ന് കാണാം. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ നമ്മുടെ എന്താ പറയുക നേതാവിന്റെ ശബ്ദത്തിലേക്ക് പോകുന്നതെന്ന് ശ്രദ്ധിക്കാം. നീലട നീയല്ലേ പറഞ്ഞത് ഇതൊക്കെ ആ പറയുടെ കൊണ്ടുവന്നാണ് അവിടെയല്ലേ എന്നാ അവിടെ പിടിച്ചോണ്ട് പോവാ. മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാടോ ഞാൻ മറക്കേണ്ടത്? പറയുന്ന എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? എൻ്റെ ലക്ഷ്മി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ മുമ്പിലാ വെട്ടുകൊണ്ടുപോണത്. ഈ കൈകളിൽ കിടന്ന അവസാനം അവള് പെട്ടഞ്ഞു മരിച്ചത് അത് ഞാൻ മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാടോ ഞാൻ മറക്കേണ്ടത്? എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? എൻ്റെ പപ്പിക്കുട്ടി രാഷ്ട്രീയത്തിൽ ശോഭിച്ചില്ല. എൻ്റെ മുരളിമോൻ രാഷ്ട്രീയത്തിൽ ശോഭിച്ചില്ല. ഞാൻ ശോഭിക്കാതെ പോന്നു. അതൊന്നും ഈ ലീഡർ മറക്കുകയുള്ളൂ. ഇവന്മാരെല്ലാം ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഈ ലീഡർ വിളിഞ്ഞ് പോവുകയുള്ളൂ. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിൽ കാര്യരമ്പിന്റെ കരുത്തുമായി വന്ന നടനാണ് മുരളിച്ചേട്ടൻ. ഗ്ലാമറുള്ള നായകന്മാർക്ക് പല ഭീഷണിയായിട്ട് വന്ന അദ്ദേഹം ശക്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മുരളിച്ചേട്ടന്റെ ശബ്ദത്തിലും ഒളിച്ചിരിപ്പുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ്. മിസ്റ്റർ വിശ്വനാഥൻ, ജീവിതത്തിൽ ആദ്യമായി നിന്റെ വിറയാർന്ന കൈകളിലേക്ക് ഒരു ആയുധമെടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതോ പ്രാണന്റെ നേരെയും ചൂണ്ടിപ്പിടിക്കാനും പൊടിനാരിഴ പോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന. നിനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം, ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ 1000 തവണ മരണത്തിൽ നിന്ന് നീന്തി കരകയറിയ ഈ മനസ്സും ശരീരവും നിന്റെ മുമ്പിൽ തൊറ്റു കാണണമെങ്കിൽ അതിന് ഒരു 100 ജന്മം കൂടി ജനിക്കണം. നായായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും. മനസ്സിലായോടാ? ഇതേപോലെ തന്നെ നമ്പൂതിരി കഥാപാത്രങ്ങളുടെ ശ്രദ്ധേയനായ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ബാബു നമ്പൂതിരി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് മറ്റൊരു രാഷ്ട്രീയ നേതാവ്. നമുക്ക് അതാരാണെന്ന് നോക്കാം. സത്യത്തിൽ ഇന്നത്തിൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ്. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുവൻ പട്ടിണി. 3 നേരവും കഞ്ഞിയാണെന്ന് പറയുന്നതാണ് കറക്റ്റ്. എപ്പോൾ നോക്കിയാലും കഞ്ഞി യാതൊരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ. അങ്ങനെ ഗതികെട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് നേരെ ഡൽഹിക്ക് വിട്ടത്. അപ്പം എന്തെല്ലാം സംഭവിച്ചാൽ ഈ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതായത് എല്ലാവരും പറയുന്നു ഇവിടെ ഈ അസുഖം ഉണ്ടാക്കുന്നത് കൊതുകുകൾ പരത്തിയിട്ടാണ്. അതായത് ഒരു പെൺകൊതുക് അതിൻ്റെ ഒരു ആയുസിൽ എൻ്റെ 10 കോടി കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകുന്നത്. എനിക്ക് മനസ്സിലാവത്തതില്ല. പറന്നു കിടക്കാൻ ത്രാണിയില്ല. ഇതിനൊരു കുറവുമില്ലെന്നുള്ളതാണ്. അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്.
മലയാള സിനിമയിലെ പ്രിയങ്കരനായ നടനാണ് ശ്രീ ജനാർദ്ദൻ. ജനാർദ്ദൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അധികം പേര് അനുകരിക്കാത്ത ആ രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം കൊണ്ട് നമുക്ക് തിരിച്ചറിയും. നമുക്ക് ആദ്യം ജനാർദ്ദൻ ചേട്ടൻ തുടങ്ങാം. അതെ, കുരുവിത്തടം വേവിച്ചതാണേ. ഇതാരാണാവോ, എന്നതാണാവോ പ്രശ്നം? വാട്ട് കൺഫ്യൂഷൻ? നോ കൺഫ്യൂഷൻ, സം സ്മോൾ സ്മോൾ ചേഞ്ചസ്. കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാണിയെ തോപ്പിക്കാൻ പാലാരും പറഞ്ഞിട്ടില്ല. അല്ല, അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മാണി ഇപ്പോൾ പറയണം അവിടെ അങ്ങോട്ട് ആരും വരണ്ട, അവിടെ മാണിയെ മാത്രമേ ജയിക്കുള്ളൂ എന്ന് ശക്തമായ രീതിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മലയാള സിനിമയിൽ 2 അശോകന്മാരുണ്ട് നമുക്ക്. ഒരു ഹരിശ്രീ അശോകനുണ്ട്, അതിനു മുമ്പ് മറ്റൊരു അശോകൻ ഉണ്ടായിരുന്നു. ഉണ്ടക്കണ്ണുകളൊക്കെ ആയിട്ട് വന്ന് അമരം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച അശോകൻ. ആ അശോകന്റെ ശബ്ദത്തിലുമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ്. ഇതൊരു മറ്റാളത് പണി അല്ല. രാധ ഓർക്കുണ്ടാവും, നമ്മൾ തമ്മിലൊരു നേർച്ച ഉണ്ടായിരുന്നു. രാധ ജയിച്ച ഗുരുവായൂരമ്പലത്തുള്ള ശയന പ്രദർശനവും ഒരു പുഷ്പാഞ്ജലി എൻ്റെ വാങ്ങിയാൻ പറിച്ചു. ഗവൺമെന്റ് എന്ന് പറയുന്നത്, അതായത് ഗവൺമെന്റ് നടപടികൾ തീർത്തും ശരിയല്ല എന്ന് മാത്രമേ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് പൊളിച്ച് അടുക്കേണ്ടത് വളരെ വിദൂരത്തിലല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.